ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. റിന്യൂവൽ, ഓഫർ, ഹോട്ട് പാഷൻ, ഒരു കാർഡ് കൂടെ എടുക്കാം. ട്രസ്റ്റ്, ഡിവൈൻ ടൈം ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ റിന്യൂവൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം ഒരു പാഷൻ ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഒക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. മാത്രമല്ല അവർ വീണ്ടും നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന പ്രണയം, അതുപോലെ തന്നെ ആത്മാർത്ഥമായ ഒരു സ്നേഹം, അതോടൊപ്പം ഭയങ്കരമായ ഒരു അട്രാക്ഷൻ, ഇതെല്ലാം വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് ഒരു ഹീലിംഗ് ഇവിടെ നടക്കുന്നത് കൊണ്ടിട്ടും ഇതൊരു കറക്റ്റ് ടൈം ആണ്. വീണ്ടും നിങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും മാറി ഇതിനകത്തൊരു റിന്യൂവൽ സംഭവിച്ചേക്കാം എന്നുള്ള അവരുടെ ഒരു ട്രസ്റ്റ്. ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു റീകൺസിലേഷൻ നടത്തി ഈ ഒരു ബന്ധത്തിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ ലൈഫ്, അതായത് ഒരു ന്യൂ ബിഗിനിങ് ആണ്. കഴിഞ്ഞു പോയ പാസ്റ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണമെന്ന് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ അതിയായ ഒരു ആഗ്രഹം ഈ ഒരു സമയത്ത് തോന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അങ്ങനെ ഒരു റിന്യൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹവുമായിട്ട് ഇവർ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്.